അമ്മഭാരതത്തിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. ഞാൻ അപ്പം ചുറ്റോണ്ടിരിക്കുമ്പോൾ ഏട്ടപ്പോ ഒന്ന് ലൈവ് ഇടുവോന്നുള്ളത്. എന്താ പറയാ, എനിക്കറിയില്ല നിങ്ങളിവിടെ തിരുവനന്തപുരത്ത് കണി വെക്കാൻ വേണ്ടിയിട്ട് വിഷുവിന് അപ്പം ഉണ്ടാക്കൂലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ അപ്പം ചുടുവോ കണി വെക്കാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ണിയപ്പം ഇല്ലാണ്ട് വിഷുവില്ല. അതാണ് അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇപ്പം മലബാർ ഭാഗത്താണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് വിഷുവിന് മലബാറിലേക്ക് പോകേണ്ടതാണ്, അമ്മയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്. പെട്ടുപോയി ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ വിഷു ഓണമെല്ലാം അമ്മയുടെ അടുത്ത് തന്നെയാണ് എപ്പോഴും. അപ്പൊ നമുക്ക് അവിടെ മലബാറില് ഉണ്ണിയപ്പം ഇല്ലാണ്ട് കഥയില്ല വിഷുവിന്. കാര്യം ഒരുപാട് ഇതിപ്പോ ഞാൻ കുറച്ചൊരു എന്താ പറയുക ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചുറ്റുന്നേ ഉള്ളൂ. വേണ്ടാന്ന് വെച്ചിട്ട് നിന്നെയാണ് വിഷമത്തില്. കാര്യം എല്ലാരും ഒരുപാട് ഓരോരോ ഭാഗത്ത് വിഷമിച്ചിട്ട് നിൽക്കണം. അപ്പൊ നമ്മൾ ആഘോഷങ്ങളൊന്നും വേണ്ട വെച്ചിട്ടില്ല. എന്നാലും കണ്ണന് രണ്ടപ്പം നേടിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു കണ്ണനുണ്ട്. ഇത് അനിയന്റെ മോനാണ്. അവനും വേണ്ടിയിട്ടാണ് ഈ അപ്പം ചുടേണ്ടത്. എന്താ അവൻ ആദ്യത്തെ വിഷുവാണ് നമ്മളെ കൂടെ. അപ്പൊ അവനും വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ചുടേണ്ടത്. എല്ലാരും എനിക്കറിയാം, എല്ലാരും ഒരു ഭാഗത്ത് ഇരിക്കുകയായിരിക്കും. പിന്നെന്താ പറയാ, നമ്മളവിടെ മലബാറിലും ഉണ്ണിയപ്പം ഇല്ലാണ്ട് വിഷുവില്ല. കാര്യം ഒരു തലേ ദിവസമൊക്കെ രാവിലെ ചുട്ടു തുടങ്ങും ഉണ്ണിയപ്പം. വീട്ടിലെ അമ്മയൊക്കെ വന്നിട്ട് തലേ ദിവസം രാവിലെ ചുട്ടു തുടങ്ങും. 2-3 വലിയ കുട്ടയിൽ നിറയെ ഉണ്ണിയപ്പം ആയിരിക്കും. അത് കാര്യം അത് വീട്ടിലെ ആവശ്യത്തിനല്ല, കണി കാണാൻ വരും രാവിലെ എല്ലാരും. കാസർഗോഡ് ഭാഗത്ത് പറയണത് കുട്ടികൾ രാവിലെ ഒരു 3 മണി 3:15 എല്ലാം ആകുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാരും, കുട്ടികൾ മാത്രമല്ല എല്ലാരും കണി കാണാൻ വരും. ഇപ്പൊ നമ്മളെ ഹിന്ദുക്കളല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഒരു പക്ഷെ അവിടെ കർണാടകക്കാർ അവരൊക്കെയാണ്. അവർക്ക് യുഗാദി നേരത്തെ കഴിയും. അവര് മലയാളക്കാരെ വീട്ടിലേക്ക് രാവിലെ വരും. സോറി ജാതി ഇത് പറഞ്ഞല്ല, എന്നാലും അവര് വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് വരും. ഉച്ചക്ക് സദ്യ കൊണ്ടും വീട്ടിൽ നിന്ന്. വിഷു ഓണമെല്ലാം നമ്മളെ വീട്ടിലായിരിക്കും സദ്യ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇവര് കണി കാണാൻ വന്നൊക്കെ കൊടുക്കല് ഉണ്ണിയപ്പമാണ്. കൈനീട്ടവും കൊടുക്കും, ഉണ്ണിയപ്പവും കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും അറിയോ, ഈ വരുന്ന മക്കള് പച്ചവരിക്കല് വന്നിട്ട് ഇങ്ങനെ കെട്ടി ഒരു ചെറിയൊരു കുഞ്ഞു പിടി ചൂല് പോലെ ആക്കിയിട്ട് വരും. അതിൽ കിട്ടുന്ന അപ്പഴങ്ങളും മുഴുവനും ഇപ്പൊ നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും ഉണ്ടാക്കും. അപ്പം വലിയ അത് വെക്കണെങ്ങനെ അറിയോ, അപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ കണി വെക്കലെങ്ങനെയാ വെച്ചാൽ പുതിയ കലം, പച്ച ചട്ടി എന്ന് പറയും, മൺകലം. നമ്മൾ ഇവിടെ കിട്ടണ ഈ ചട്ടിയല്ല, നമ്മളെ മലബാർ ഭാഗത്തേക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് കിട്ടണ വേറൊരു കണിച്ചട്ടിയാണ്. അതൊരു പച്ച മണ്ണോണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ചുട്ടെടുത്ത ഇതല്ല, അത് വേറെ സെപ്പറേറ്റ് ആണ്. അവിടുത്തെ കണിച്ചട്ടി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതില് ചുണ്ണാമ്പ് എടുത്തിട്ട് അതിന് കുറി വരക്കും ചട്ടിക്ക്. എന്നിട്ട് ഈ അപ്പം മുഴുവനും അതിൽ വെക്കും. അങ്ങനെ കുറെ ചട്ടിയിൽ പലതരത്തിലുള്ള അപ്പങ്ങൾ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാവും. പിന്നെ മുറുക്കൊക്കെ ഉണ്ടാക്കും. വീട്ടിൽ അമ്മ മുറുക്ക് ഉണ്ടാക്കും. 2-3 ഐറ്റം അപ്പം ഉണ്ടാക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ കുട്ടിക്ക് കൊടുക്കുമ്പോഴും കുട്ടികളെല്ലാം വാങ്ങിച്ചിട്ട് ഈ പച്ച ഇരിക്കൽ ഇങ്ങനെ കുത്തി മാല ഉണ്ടാക്കും അവര്. അതിങ്ങനെ എടുത്തിട്ട് എല്ലായിടത്തും കളക്ട് ചെയ്തിട്ട് പോകും അവര്. 8 മണി രാവിലെ ഒരു 7-8 മണി വരെ ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അവരത് അപ്പം കളക്ട് ചെയ്ത് പോകും. ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് ഇല്ല. നമുക്ക് ഇപ്പൊ അറിയാം കാസർഗോഡ് ഭാഗത്തെല്ലാം ഭയങ്കര വിഷമായിട്ട് ഇരിക്കുകയാണ്. നമ്മളാണ് ഇപ്പൊ ഇത്തിരി സൂഹിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് ഇത്തിരി സുഖം സൂഹിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര സങ്കടം. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഫോണ് വിളിച്ചിട്ട് പറഞ്ഞെങ്കിൽ കൊണ്ടു കൊടുക്കും. ഇപ്പൊ അച്ഛനമ്മയൊക്കെ പാവം പെട്ടിരിക്കുക അവിടെ. എല്ലാരും എവിടെയും പോവാനൊന്നും പറ്റാണ്ട്. അതുകൊണ്ട് കുഞ്ഞിതായിട്ടുള്ള വിഷു ആഘോഷങ്ങൾ എനിക്ക് തോന്നിയില്ല. ഏറ്റവും കൂടുതൽ വിഷു ആഘോഷിക്കുന്നത് മലബാർ ഭാഗത്താണ്. കാസർഗോഡ്, മലബാർ, അതൊക്കെ ഒരു ഭയങ്കര ഒരു കണ്ടറിയേണ്ട കാഴ്ച തന്നെ. വിഷു എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡിന് കർണാടകത്തിന്റെ ഒരു സ്വാധീനം കൂടി ഉള്ളത് കൊണ്ട് ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഉള്ള വ്യത്യാസം അതല്ല. ഓണത്തിനല്ലേ ഇങ്ങോട്ട് തിരുവനന്തപുരത്തെല്ലാം ഓണാണ് ഞാൻ ഭയങ്കര ആഘോഷം കണ്ടത്. പക്ഷെ നമ്മളിവിടേക്ക് ഒരു ദിവസമാണ് ഓണം ഉണ്ടാവുക. ഇപ്പൊ വിഷുവിന് വന്നിട്ട് ഇവിടെ ഞാൻ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ല. അമ്പലത്തിൽ പൊങ്കാലയിൽ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന ഞാൻ കണ്ടത്. അമ്പലത്തിൽ കണി കാണാൻ പോകും. വീട്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണി വെച്ചിട്ട് ഒന്ന് തൊഴുതിട്ട് പിന്നെ അമ്പലത്തിൽ പോയി വരും. പക്ഷെ നമ്മളിവിടെ കണി വെക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് എല്ലാം ഉണ്ടാവും. വലിയ ചക്ക, തേങ്ങ കൊല ഉണ്ടാവും, മടക്ക കൊല ഉണ്ടാവും. അവിടെയൊക്കെ ഇഷ്ടംപോലെ കിട്ടണ കാര്യങ്ങളാണല്ലോ അതെല്ലാം. അത് ഭയങ്കര ഒരു കാഴ്ചയാണ്. എന്തൊരു ആഘോഷമാണെങ്കിലും അങ്ങോട്ട് താട്ടിപ്പഴല്ല. പക്ഷെ ആഘോഷങ്ങൾ ആ ഒരു ഇതെന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. വിഷു എന്ന് പറയുന്നത് ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞിക്കാലാണ് ഓർമ്മ വരുന്നത്. എനിക്ക് എന്റെ അമ്മയെ മിസ് ചെയ്യുന്നു. ഞാനിത് ഇപ്പൊ ഈ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇന്നലെ വരെ ഞാൻ പോവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തു. പക്ഷെ കിട്ടിയില്ല. അമ്മ പറഞ്ഞ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടെങ്കിലും മോളെ പോവാൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചു. ഇപ്രായം ഇവിടെ കൂടാന്ന് വിചാരിച്ചു. വെറുതെ റിസ്ക് എടുത്തിട്ട് പോണ്ടാന്ന് വിചാരിച്ചു.
പോയിട്ട് പിന്നെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു വേറെ പ്രശ്നമാവും. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുക. എന്നാലും അമ്മേനെ മിസ് ചെയ്യുന്നില്ല ഞാൻ. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു വലിയ ഇതെന്ന് പറയുന്നത് നമുക്ക് അമ്മ ഭാരതത്തിന്റെ നമ്മുടെ ശ്രേഷ്ഠ ഗുരു ഡോക്ടർ വിനീത് ഭട്ട് തന്ത്രി സ്വാമിക്ക് വേണ്ടിയിട്ട്, സ്വാമി ഇന്നലെ അത്രമേൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ അവിടെ കുറെ കാര്യങ്ങളായതുകൊണ്ട് സ്വാമിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, നമ്മൾ വിഷുവിന് ഇങ്ങോട്ട് വാ സ്വാമി എന്ന് പറഞ്ഞു. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ നിയമം ആരും തെറ്റിക്കുന്നില്ല. എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക. സ്വാമിയും പറയുന്നത് അത് തന്നെ, എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക. ഹൈദരാബാദിന് പോകേണ്ട സ്വാമിയാണ് ഇന്ന് എറണാകുളത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും സ്വാമിയുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്വാമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെന്താ, ഈ അല്ലാതെ ഈ മലബാറില് വിഷുവിന് വേറെ പ്രത്യേകതകൾ എന്താണ്? ഈ ഓണത്തിനൊക്കെ വീടുകളിൽ ദൈവം വരും എന്ന് പറയുന്ന ഒരു ഇതല്ലേ? അത് ഓണത്തിന്റെ ദിവസമാണ്. മറ്റേ ഓണത്തിന്റെ ദിവസമല്ലല്ലോ, ചിങ്ങം പരക്കുമ്പോഴത്തേക്ക് മറ്റേ തെയ്യം വരുന്നത്, കുഞ്ഞി തെയ്യം വരുന്നതാണ് ചിങ്ങത്തില്. എന്ത് തെയ്യം? കുഞ്ഞി തെയ്യം എന്ന് പറയും. എല്ലാ വീടുകളിലും വന്നിട്ട് കർക്കിടക മാസം കഴിഞ്ഞതിന്റെ ആ ഒരു ഇത് നമ്മൾ ആ തെയ്യം വരുമ്പോഴത്തേക്ക് വീട്ടിൽ അമ്മ എന്താ ചെയ്യാറ്, ഗുരുതി വെള്ളം എന്ന് പറയും. മഞ്ഞ ഒരു പ്ലേറ്റ് തട്ടല് മഞ്ഞവെള്ളം, മഞ്ഞപ്പൊടി ഇട്ട വെള്ളം ഇതാക്കി ദീപവും തിരിയും കൊണ്ട് ഉഴിഞ്ഞിട്ട് കൊണ്ട് ദൂരം കളയുക. ആ കർക്കിടക മാസത്തിന്റെ ആ ഒരു മുഴുവൻ ഇത് കളഞ്ഞിട്ട് നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പൊ തെയ്യം വന്ന് നമ്മൾ അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് കുഞ്ഞി തെയ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഓണത്തിന് ഇപ്പൊ ഇവിടെ അത്തം തൊട്ട് ചതയം വരെയില്ലാതെ അതൊന്നും അവിടെ ഇല്ല. ഒറ്റ ദിവസത്തെ സദ്യയാണ്. ഇവിടെയാണ് എല്ലാ ദിവസവും സദ്യ ഞാൻ കണ്ടിരിക്കുന്നത്. തറവാട്ടിൽ നടന്ന തെയ്യത്തെ കുറിച്ച് പറ, എല്ലാരും കേക്കട്ടെ. കല്യോട്ട് നടന്ന തെയ്യം അത് കണ്ടല്ലോ എല്ലാരും. അമ്മ പാട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ. എന്റെ തറവാടായിരുന്നു, അച്ഛന്റെ തറവാടായിരുന്നു. അതെല്ലാരും കണ്ടു. എല്ലാരും വന്നിട്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആരും കാണാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു അത്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ട് നമ്മളെ എന്താ പറയാ അനുഗ്രഹിച്ചവരുണ്ട്, പ്രോത്സാഹിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഈ വിഷുദിനത്തില് ഏറ്റവും പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നത് കാസർഗോഡുള്ള നമ്മുടെ പ്രേക്ഷകരാണ്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളത്, എല്ലാരും നമ്മളും ഒന്നും വലിയ ആഘോഷത്തിലൊന്നുമില്ല. നിങ്ങളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും എല്ലാരും അവിടെ തന്നെയാണ് ഉള്ളത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എന്റെ ഉണ്ണിയപ്പം. ആരും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. എല്ലാം പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. ഇപ്പൊ കണ്ട എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പാവപ്പെട്ടവരും പണക്കാരും പോണ ഒറ്റൊരു ഹോസ്പിറ്റലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്റെ കുട്ടികളെയും കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അപ്പൊ ഭയങ്കര കുറവായിരുന്നു എല്ലാവർക്കും. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ മണ്ടന്മാർക്കിന്റെ ഇതെല്ലാം അറിയണത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ കുട്ടികളുടെ ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടണത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെക്കുന്നത് ഒരാഴ്ച 2 ആഴ്ചയെല്ലാം വെച്ചിട്ട് ആ മെഡിസിൻ വന്നിട്ട് മാസത്തിലെ ഒരു വയസ്സ്, മാസത്തിൽ തൊട്ടിട്ട് വയസ്സ് വരെയുള്ള ഒരു 2 വയസ്സ് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വെക്കണ ഇഞ്ചക്ഷൻ അവർ സ്റ്റോക്ക് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് വെക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല. അന്നു വരുന്ന ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കും. ഇപ്പോൾ മഞ്ഞപ്പിത്തം വരാണ്ടിരിക്കാനോ അതിനൊക്കെ. ഞാനൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. എന്റെ പ്രാരബ്ധം ആവാതെ ആ കാലത്തിൽ എന്റെ പ്രാരബ്ധമാണ് ഞാൻ എന്റെ കുട്ടികളെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാരും പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അതെല്ലാം ദൈവം വെക്കുന്ന വിദ്യയാണ്. ഇവിടെ ഇപ്പൊ ജാതി ഇല്ല, മതം വരുന്നില്ല, പൈസക്കാരനില്ല, പാവപ്പെട്ടവരില്ല, എല്ലാം ഒന്നായി. അതിന് ദൈവം വെച്ച പണിയാണ് എല്ലാവർക്കും. അത്രേ ഞാൻ പറയണില്ല. ഇവിടെ വേറൊന്നും എനിക്ക് പറയാനില്ല. കൊറോണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു കളിയാണ്. നാളെ മുതൽ പുതുജീവിതം, പുതുലോകം. എല്ലാവരും വീടുകളിൽ അവർക്ക് ലഭിച്ച വിഭവങ്ങൾ കണ്ണിന് കണിവെച്ച് സംതൃപ്തരാവുക. ഇവിടെ നമുക്ക് ഇന്നിവിടെ തിരുവനന്തപുരത്ത് പോത്തീസ് തുറന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി, ഒരു കണിവെള്ളരി കിട്ടി, ഒരു ചെറിയ കുഞ്ഞു മത്തൻ കിട്ടി. പക്ഷെ ഒന്ന് മാത്രം കിട്ടിയില്ല. കണിക്കൊന്ന കിട്ടിയില്ല. പ്രേം കുഞ്ഞിക്ക് കണിക്കൊന്ന കിട്ടി. ആ കണി ഞാൻ പ്രേമി കുഞ്ഞ് വെച്ച കണി ഞാൻ കണ്ടോളാം. സ്വാമിയുടെ വീട്ടിൽ വെച്ച കണി ഞാൻ കണ്ടോളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. നന്ദി, നമസ്തേ. എന്റെ അപ്പം കഴിഞ്ഞ് എന്തായാലും സംസാരിച്ചിട്ട് കുചേല പറ ഹാപ്പി വിഷു എല്ലാവർക്കും.